കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറിന്റെ ചുമതല മോൻസ് ജോസഫിന്. പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ ചേർന്ന എംഎൽഎമാരുടെ യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി ആരെന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്നും മന്ത്രിമാരും വകുപ്പുകളുമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അബു ജോസഫ്. താൽപര്യമുള്ള വകുപ്പ് കൃഷിയാണെന്നും അബു ജോസഫ് പറഞ്ഞു. ഇന്നലെ വിജയിച്ച 7 എംഎൽഎമാരും പാർട്ടി ചെയർമാനെ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയതായിട്ട് എല്ലാവരും ഇവിടെ ഇരുന്നു മോൻസ് ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പോൾ UDF ഈ ദിവസങ്ങളിൽ കൂടുമായിരിക്കും. അതിനുശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാകാമെന്ന് പറയുക. ഈ മുഖ്യമന്ത്രി സംബന്ധിച്ച് വലിയ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും പലരുടെയും ഫ്ലെക്സുകൾ ഉയർന്നു വന്നിരിക്കുന്നു. എന്താണ് ആ കാര്യത്തിൽ നിലപാട്? ഇത്തരം ചർച്ചകൾ ഈ ഘട്ടത്തിൽ അനിവാര്യമാണോ? എന്താണ് ഈ പരസ്യമായിട്ടുള്ള ഈ ഫ്ലെക്സ് ചർച്ചകൾ ആവശ്യമാണോ? അത് പാർട്ടി ഇന്നലെ എടുത്ത നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അതിനോട് അത് യോജിച്ചു പോകുക എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ നിലപാട്. ഈ 2 മന്ത്രിസ്ഥാനം കിട്ടിയാൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കും? തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷെ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ പരിഗണിക്കാൻ മറ്റേതെങ്കിലും ഒരു വകുപ്പിന്റെ പേര് പറയാനുണ്ടോ? IT ചോദിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട നമ്മൾ പറയുന്നത്. So താങ്കൾ all over India travel ചെയ്ത് കാണുമല്ലോ to collect all these varieties? ഞാനിതെല്ലാം കളക്ട് ചെയ്തത് from a single place. That's Maharani Wedding Collection. Wow. And I would say I'm a proud Malayali designer. Brides of Maharani Bridal Art for the modern Indian bride. Maharani Wedding Collections, Todupuzha.